ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഫുഡ് പ്ലേറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പിസ്സ റെഡിയാക്കാം. ഒരു വെറൈറ്റി പിസ്സയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയത്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ പാടില്ല, വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആ ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സവാള അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞതും, തക്കാളി ചെറുതായിട്ട് നുറുക്കിയതും നമുക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇതിലെന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. ക്യാബേജ് ചേർക്കാം, ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. നമ്മുടെ വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ്. അപ്പം നമുക്ക് ഈ 3 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ ബീറ്റർ വെച്ചാണ് ഇത് ബീറ്റ് ചെയ്യണേ. ഇപ്പം ശരിക്കും ഒന്ന് മിക്സായി നല്ലൊരു പതഞ്ഞ് വരുന്ന പാകത്തിന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 7 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി ഓയിൽ തടവി, ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് തടവി കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് മുട്ട അടിച്ചു വെച്ചത് ബ്രെഡ് മുക്കി നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നത്, നമ്മുടെ പിസ്സയുടെ ഷേപ്പിൽ കിട്ടുന്ന തരത്തിൽ വെച്ച് കൊടുക്കാം. ബ്രെഡ് അതേ രീതിയിൽ പീസാക്കി നമുക്ക് വെച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നത് പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാക്കി റൗണ്ട് ഷേപ്പ് ആക്കി. അപ്പോൾ ബാക്കിയുള്ള ആ മുട്ട അടിച്ചത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും മുരിയണതിന് മുമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ട് അതിലേക്ക് വേണ്ടി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഇല്ല. അപ്പം ഞാനിവിടെ ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചതും, കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതാണ് നമ്മുടെ പിസ്സ, ബ്രെഡ് പിസ്സ അല്ലെങ്കിൽ എഗ് ബ്രെഡ് പിസ്സയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ സോസാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിരത്തി അതിൻ്റെ ചുറ്റും എല്ലാം നിരത്തി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ മൊസറല്ല ചീസാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇനി ഞാനിതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത്, തക്കാളി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത്, സവാളയും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഡെക്കറേഷൻ, ഒരു ടേസ്റ്റും ഒക്കെയാണ്. ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി വന്ന നമ്മുടെ സോസ് ഉണ്ടാക്കിയതും കൂടെ ഇതിലേക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ചീസും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് എള്ള്, വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഈ ചീസ് മെൽറ്റ് ചെയ്യണവരെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ചീസ് മെൽറ്റ് ചെയ്യണതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ ഇവിടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമുക്കൊരു കെമിക്കലും ഒന്നുമില്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നമ്മുടെ ചീസൊക്കെ ദേ നല്ല മെൽറ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക.